നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഓഡിയോൻ്റെ ആവശ്യം വരും. അത് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മളെ മൂന്നാമത്തെ വോയിസ് റെക്കോർഡറിന്റെ പേര് ഈസി വോയിസ് റെക്കോർഡർ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഈസി വോയിസ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ആദ്യം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ റെക്കോർഡ് എന്ന് പറയുന്നതും ലിസൺ എന്ന് പറയുന്ന 2 ടാബ് ഉണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് എന്ന് പറയുന്ന ടാബ് നമ്മുടെ ഈ ലിസൺ എന്ന് പറയുന്ന ടാബ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 3 കുത്ത് കാണാൻ പറ്റും. അതിനകത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്ഗ്രേഡിന്റെ ഓപ്ഷൻ വരും. ഇതിന്റെ ഒരു പ്രോ വെർഷനും കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ റീസെന്റ്ലി ഡിലീറ്റ് നമ്മളടുത്ത വോയിസിൽ ഏതെങ്കിലും ഒന്ന് റീസെന്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണുന്നതായിരിക്കും. ഇവിടെ സെറ്റിംഗ്സ് കാണും. ഞാൻ സെറ്റിംഗ്സ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മൈക്ക് റീസെറ്റ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ ഹൈ തന്നെ വെക്കും. ഇവിടെ ട്യൂണിംഗ് കാണാൻ പറ്റും. അവിടെ ഫോർമാറ്റ് ഒക്കെയാണ്. അത് നിങ്ങൾ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ മൈക്രോഫോൺ എന്ന് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മെയിൻ റിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 2 ഓപ്ഷൻ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഇവിടെ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് പോയാൽ ഇവിടെ ഡിഫോൾട്ട് ഫയൽ നെയിം കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ വരും. നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ എവിടെ സേവ് ആവണം അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ ആണ് ഇത്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈഡ് ഫോൾഡർ ഫ്രം മീഡിയ സ്കാനർ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇനേബിൾ ആയിരുന്നാൽ നിങ്ങളെ റെക്കോർഡിംഗ് ഒക്കെ മീഡിയ പ്ലെയർ നിന്ന് ഹിഡൻ ആയിരിക്കും. പിന്നെ വ്യൂ ഹിഡൻ ഐറ്റം ഹിഡൻ ഫയൽസ് ഒക്കെ കാണാൻ വേണ്ടി ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഇന്റർഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തീം ബ്ലൂ ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ വെക്കാത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റെഡ് മൈക്കിന്റെ ബട്ടൺ കാണുന്നുണ്ടാവും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വരും. അതിനകത്തൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് കൊടുക്കും. നിങ്ങളെ വോയിസ് എവിടെ സേവ് ആവണമെന്നുള്ള ലൊക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് വോയിസ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. പോസ് അതിനകത്തൊന്ന് ഞെക്കിയാൽ പോസ് ആവും. സേവ് ആവുന്നതായിരിക്കും. എന്നിട്ട് ലിസണിലോട്ട് വന്നിട്ട് നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കേൾക്കാവുന്നത്. നമ്മളെ രണ്ടാമത്തെ വോയിസ് റെക്കോർഡിന്റെ പേര് ഡോൾബി ഓൺ ആണ്. ഇതാണ് നമ്മളെ ഡോൾബി ഓൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കും. അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഹിയർ ദ ഡെമോയിൽ ക്ലിക്ക് ചെയ്തിട്ട് കേൾക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ വെൽക്കം ടു ഡോൾബി ഓൺ എന്ന് കാണും. നിങ്ങൾ ഇമെയിൽ എടുത്ത് സൈൻ ഇൻ ചെയ്യാൻ വരും. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ എന്നിട്ട് ഹെൽപ്പ് us ഇംപ്രൂവ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നോ താങ്ക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾബി ഓണിന്റെ ഇന്റർഫേസ്. താഴെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വീഡിയോന്റെ ഓപ്ഷൻ കാണുന്നുണ്ടാവും. വീഡിയോന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓഡിയോന്റെ വീഡിയോന്റെയും പെർമിഷൻ ഒക്കെ ചോദിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വോയിസ് റെക്കോർഡിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ട്വിച്ചിൽ സ്ട്രീം ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് നമ്മളെ ഓഡിയോ പ്ലേ ബാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ സെറ്റിംഗിന്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. അത് നോക്കിയാൽ താഴോട്ടൊന്ന് വരാം. ഇവിടെ ഒരു കൗണ്ട് ഡൗണിന്റെ ഓപ്ഷൻ കാണാം. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് 3 സെക്കൻഡിന്റെ കൗണ്ട് ഡൗൺ വരണമെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്യാം. ലോസ്ലെസ് ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ഒക്കെ കംപ്രസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓഡിയോ അതിന്റെ ക്വാളിറ്റി ചെറുതായിട്ട് കുറഞ്ഞെന്ന് വരാം. അത് കുറയാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ എക്സ്പോർട്ട് സെറ്റിംഗ്സ് ഉണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ എവിടെ സേവ് ആവണമെന്നുള്ളതാണ്. ഇനി നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് നോക്കാം. വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ വോയിസ് റെക്കോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വോയിസ് റെക്കോർഡിംഗ് നിർത്താൻ വേണ്ടിയിട്ട് ആ ബട്ടണിൽ ഒന്നും കൂടെ അമർത്തുക. അപ്പോൾ വോയിസ് റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഇത്ര എഫക്ട്സ് നമ്മളെ വോയിസിൽ അപ്ലൈ ആവുന്നതായിരിക്കും. ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ മുകളിലായിട്ട് വന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ താഴെയുള്ള ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത വോയിസ് കേൾക്കാൻ പറ്റും. നമ്മുടെ ഒന്നാമത്തെ വോയിസ് റെക്കോർഡറിന്റെ പേര് ലെക്സിസ് ഓഡിയോ എഡിറ്റർ എന്നാണ്. ഈ വോയിസ് എഡിറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എന്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ലെക്സിസ് ഓഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പൊ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം റെഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക്. ഇപ്പൊ നമ്മളെ വോയിസ് റെക്കോർഡ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു സൗണ്ട് ബാർ കാണാനായിട്ട് പറ്റും. നമ്മൾ ഓഡിയോ ഇവിടെ വന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരേക്കും ഗുഡ് ബൈ.